ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ടോസിന് ശേഷം ബൗളിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയ്ക്ക് പരിഹാസം. ഓസ്ട്രേലിയയുടെ മുൻ ഇതിഹാസ ഫാസ്റ്റ് ബൗളർ ഗ്ലെൻ മഗ്രാത്താണ് അദ്ദേഹത്തെ കളിയാക്കി രംഗത്ത് വന്നിരിക്കുന്നത്. ABC റേഡിയോയിൽ സംസാരിക്കവെയായിരുന്നു മഗ്രാത്തിന്റെ പരിഹാസം. അതേസമയം ആദ്യ ദിനത്തിൽ വെറും 13.2 ഓവറുകൾ മാത്രമേ കളി നടന്നുള്ളൂ. മഴയെ തുടർന്നുള്ള മത്സരം ഉപേക്ഷിക്കുകയായിരുന്നു. വിക്കറ്റ് നഷ്ടമില്ലാതെ 28 റൺസ് എന്ന നിലയിലാണ് ഓസീസ് കളി അവസാനിപ്പിച്ചത്. 19 റൺസുമായി ഉസ്മാൻ ഖവാജയും 4 റൺസോടെ നഥാൻ മക്സ്വീനിയുമാണ് ഇപ്പോൾ ക്രീസിലുള്ളത്. ബ്രിസ്ബണിലെ ഗാബയിൽ നടക്കുന്ന മൂന്നാം ടെസ്റ്റിൽ ടോസ് ലഭിച്ചിട്ടും ബൗളിംഗ് തിരഞ്ഞെടുക്കാനുള്ള രോഹിത് ശർമ്മയുടെ തീരുമാനത്തിൽ തനിക്ക് ആശ്ചര്യം തോന്നിയില്ലെന്നാണ് ഗ്ലെൻ മഗ്രാത്ത് പറയുന്നത്. രോഹിത് ശർമ്മ ടോസ് ജയിച്ചിട്ടും ബൗളിംഗ് തിരഞ്ഞെടുത്തതിൽ എനിക്ക് സർപ്രൈസ് തോന്നിയില്ലെന്നതാണ് സത്യം. അദ്ദേഹം ക്രീസിലെത്തി ന്യൂ ബോൾ നേരിടാൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നില്ല. നിങ്ങൾ ബൗളിംഗ് തിരഞ്ഞെടുക്കുകയും അത് പിഴക്കുകയും ചെയ്താൽ മാധ്യമങ്ങളിൽ വളരെ മോശമായിട്ടാവും ഇത് വരുന്നത്. എന്നാൽ നിങ്ങൾ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയും അത് പ്രതീക്ഷിച്ചതുപോലെ വരാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ തീരുമാനം വളരെ ധീരമാണെന്ന് പറയപ്പെടുകയും ചെയ്യുമെന്ന് മഗ്രാത്ത് വ്യക്തമാക്കി. ഈ മത്സരത്തിൽ ഓപ്പണറായി രോഹിത് മടങ്ങിയെത്തുമെന്ന് സൂചനകൾ വന്നിരുന്നു. കഴിഞ്ഞ 2 ടെസ്റ്റുകളിലും യശസ്വി ജയ്സ്വാളിനൊപ്പം ഓപ്പൺ ചെയ്ത KL രാഹുൽ 6ാം സ്ഥാനത്തേക്ക് മാറുകയും ചെയ്യും. പെർത്തിൽ ഇന്ത്യ ജയിച്ച ആദ്യ ടെസ്റ്റിൽ രാഹുൽ ജയ്സ്വാൾ ജോഡിയാണ് ഓപ്പൺ ചെയ്തത്. രോഹിത്തിന് ഈ ടെസ്റ്റിൽ നിന്നും പിന്മാറേണ്ടി വന്നതോടെയാണ് രാഹുലിനെ ഓപ്പണിങ്ങിലേക്ക് പ്രൊമോട്ട് ചെയ്തത്. രാഹുൽ ജയ്സ്വാൾ സഖ്യം ക്ലിക്കായതോടെ അഡ്ലൈഡിലെ പിങ്ക് ബോൾ ടെസ്റ്റിലും ഈ കോമ്പിനേഷൻ നിലനിർത്താൻ ഇന്ത്യ തീരുമാനിക്കുകയായിരുന്നു. ടീമിലേക്ക് മടങ്ങിയെത്തിയ രോഹിത് 6ാം നമ്പറിലേക്ക് മാറുകയും ചെയ്തു. പക്ഷേ ഈ റോളിൽ അദ്ദേഹം ദയനീയ പരാജയമായി മാറി. 3-6 എന്നിങ്ങനെ സ്കോറുകൾക്ക് ഹിറ്റ്മാൻ പുറത്താവുകയായിരുന്നു. ഇതോടെയാണ് മൂന്നാം ടെസ്റ്റിൽ തൻ്റെ സ്ഥിരം പൊസിഷനായ ഓപ്പണിങ്ങിലേക്ക് മടങ്ങിയെത്താൻ രോഹിത് തീരുമാനിച്ചത്. ഗാബയിലെ മൂന്നാം ടെസ്റ്റിൽ ടോസിന് ശേഷം എന്തുകൊണ്ടാണ് ബൗളിംഗ് തിരഞ്ഞെടുത്തതെന്ന് രോഹിത് ശർമ്മ വിശദീകരിച്ചിരുന്നു. നേരിയ മഴക്കാറുണ്ട്, കൂടാതെ അല്പം പുല്ല് നിറഞ്ഞ പിച്ചുമാണിത്. ഈ സാഹചര്യങ്ങൾ നന്നായി മുതലാക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മത്സരം പുരോഗമിക്കവേ ബാറ്റിംഗ് കുറെ കൂടി എളുപ്പമായി മാറുമെന്നും പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ 2 മത്സരങ്ങളിൽ ഇരു ടീമും നല്ല ക്രിക്കറ്റാണ് കാഴ്ചവെച്ചത്. എന്നാൽ കഴിഞ്ഞ ടെസ്റ്റിൽ സംഭവിച്ചത് ആവർത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അത് കാരണമാണ് ആ മത്സരത്തിൽ ഞങ്ങൾ തോറ്റതെന്നുമായിരുന്നു രോഹിത്തിന്റെ വാക്കുകൾ. അഡ്ലൈഡിലെ 2ാം അങ്കത്തിൽ തോറ്റ ടീമിൽ 2 മാറ്റങ്ങളോടെയാണ് ഇന്ത്യ ഇറങ്ങിയത്. അശ്വിൻ, ഹർഷിത് റാണ എന്നിവർക്ക് പകരം രവീന്ദ്ര ജഡേജയെയും ആകാശ് ദീപിനെയും കളിപ്പിക്കുകയായിരുന്നു. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.